നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. 2023 ശേഷം എഫ്.ഐസ് നടത്തുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ആണ് ഇപ്പോൾ കാണുന്നത്. 3 ബില്യന് മുകളിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ സമീപ സമയത്ത് നടത്തുന്ന ഒരു ബൈയിങ്. 2020 കൊറോണയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം ഒരു 13,500 നിന്ന് 18,500 വരെ കൊണ്ടുപോയ ആ ഒരു സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. 24,000 എത്താറായി മാർക്കറ്റ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയാറുള്ളത്, ചർച്ച ചെയ്യാറുള്ളത്, നമ്മൾ ഏത് രീതിയിലുള്ള ട്രേഡ് ചെയ്താലും പോലും മ്യൂച്വൽ ഫണ്ടിൽ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന നിക്ഷേപം അത് ഉണ്ടാക്കി തരുന്ന റിട്ടേൺ, അതിൻ്റെ തട്ട് എപ്പോഴും തന്നെയിരിക്കും. കാരണം മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും ടെലികോം മേഖലയിൽ താരിഫ് ഹൈക്ക് കാരണം ടെലികോം കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. റിലയൻസ് 3000 കടന്നിട്ടുണ്ട്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് റിലയൻസ് ആയിരുന്നു. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം 23,696 സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയി 189 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 147 പോയിൻറ്റും സെൻസെക്സ് 620 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റി 264 പോയിൻറ്റിൻ്റെയും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ റിലയൻസ് 4%, എയർടെൽ 3%, അൾട്രാടെക് സിമെൻറ്റ് 2.25%, ICICI ബാങ്ക് 2.5%, 1.5%, ഗ്രാസിമോ 1.5% റാലി രേഖപ്പെടുത്തിയപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലും M&M-ഉം ബജാജ് ഓട്ടോയും ടാറ്റ സ്റ്റീലും ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസാണ് ചെറിയ തോതിലെങ്കിലും കൂടി പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത്. അതായത് ഓട്ടോ സെക്ടർ ഇന്നും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണുള്ളത്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരാനുണ്ട്. സ്റ്റീൽ സെക്ടറിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സിപ്ല, ഫാർമ സെക്ടറിലുള്ള സിപ്ലയും അവിടെ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി ഒബ്സർവേഷൻസ് വീണ്ടും റേസ് ചെയ്തുകൊണ്ട് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് വളരെ വേഗം തന്നെ സഞ്ചരിക്കുകയാണ്. 24,000 എത്തി നിൽക്കുകയാണ് നിഫ്റ്റി. 20,000 തന്നെ നിഫ്റ്റി എത്തിയപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാല്യൂ ആയിരുന്നു. അപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ മൂന്നാമത്തെ ആ ഒരു ഹാട്രിക്ക് ഭരണത്തിലേക്ക് വരുന്നതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. കൂടെ തന്നെ ഗ്ലോബൽ ലോക്കൽ ക്യൂസുകളും വളരെ ബെറ്ററാണ്. US മാർക്കറ്റിൽ ഈ തവണ പലിശ നിരക്കിൽ കട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷകൾ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും അത് ഗുണകരമായിട്ട് വരുന്നത്. സ്റ്റോക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് പരിശോധിക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് നാളത്തെ എക്സ്പയറി ഉള്ള നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 23,868 നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. 24,000 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. പക്ഷേ നിഫ്റ്റിയുടെ PCR 1.27 അത്. അപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,000 ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ കുറച്ച് സ്റ്റക്കാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കോൾ സെയിലിനൊക്കെയാണ് പ്രശ്നം, പുട്ട് സെയിലിനേക്കാളും. എങ്കിലും പുട്ട് സെയിലിൽ 23,700, 23,600, 23,500. അപ്പോൾ 23,000 ഏറെക്കുറെ ആളുകൾ കൂടുതൽ പുട്ട് സെയിലിൽ കയറിയിരിക്കുന്നത്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ PCR 1.27 ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും മുകളിൽ കാണാം ബിറ്റ്കോയിൻ 61,231, ഗോൾഡ് 2,310 പെർ ഔൺസ് പെർ ഡോളറിന്, ബ്രന്റ് ഓയിൽ 85, ഓസ്ട്രേലിയ റെഡിൽ അടച്ചപ്പോൾ ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ മികച്ച നേട്ടം കൈവരിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.87% ഒരു ഫോൾ ഉണ്ടാക്കി 14. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ്. ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുമ്പോൾ CAC 40 ഫ്രാൻസ് മാർക്കറ്റ് റെഡിലും FTSE UK മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിലുമാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. നമുക്ക് കുറച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് വരാം. ഈ ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ അതിനെ നമുക്ക് പണയപ്പെടുത്തി നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്നത് ആരും പോക്കറ്റിൽ നിന്ന് കാശ് ഇറക്കിയല്ല. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഉള്ളത്. 2 രീതിയിലുണ്ട്. കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ നേരിട്ട് പഠിക്കാം, അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും പഠിക്കാം. രണ്ടിനും 6 മാസം സംശയം ചോദിക്കാനുള്ള സപ്പോർട്ടിംഗ് ടൈം അവൈലബിൾ ആണ്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ സിമെൻറ്റ് സെക്ടറിൽ ബന്ധപ്പെട്ട ന്യൂസാണ്. സിമെൻറ്റ് സെക്ടറിൽ പ്രധാനമായിട്ടും ഇന്ന് അംബുജ സിമെൻറ്റ്, രാംകോ സിമെൻറ്റ്, അൾട്രാടെക് സിമെൻറ്റ്, ഡാൽമിയ എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന അതാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്ത ഒരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം സിമെൻറ്റ് സ്റ്റോക്കുകളിൽ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ സിമെൻറ്റ് സ്റ്റോക്കുകൾ ഇന്ന് റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെയാണ് റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകളിലും
ഗവൺമെൻറ് നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപം നടത്തും. IRDA സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഈ ഒരു അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിലും ഗവൺമെൻറ് മുൻതൂക്കം നൽകും. അതുകൊണ്ട് ഹഡ്കോയും ഇന്ന് ഗെയിൻ ആയിട്ടുണ്ട്. അദാനി പോർട്ട് S&P അദാനി പോർട്ടിനെ അപ്ഗ്രേഡ് ചെയ്തു. അദാനി ടോട്ടൽ ഗ്യാസ് ഇവർ ജലന്ധറിൽ ഇവരുടെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലേറ്ററിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് അദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രിൻസ് പൈപ്പ് ന്യൂവാമ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പ്രിൻസ് പൈപ്പിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മാപ്പ് മൈ ഇന്ത്യ ഇന്ന് ഏകദേശം 7% ഫോൾ ആയിട്ടുണ്ട്. ഇവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്താണ് കാരണം. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ന്യൂസൊക്കെ. എന്നാൽ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫർദറായിട്ട് സെല്ലിംഗ് ഒന്നും ഉണ്ടാകില്ല എന്ന് പ്രൊമോട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു അപ്ഡേറ്റ് ഉള്ളത് ഇവരുടെ പാസഞ്ചർ വെഹിക്കിളും ഇവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളും തമ്മിൽ ഡീമേർജ് ചെയ്യുകയാണ്, വിഭജിക്കുകയാണെന്നുള്ള ന്യൂസ് ആണുള്ളത്. അതുപോലെ തന്നെ GLRഉം ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ട് 2025 കൂടിയിട്ട് മാറും. ഇതായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടു. അദാനി എൻ്റർപ്രൈസസും അവരുടെ എയർപോർട്ട് ബിസിനസ് വിഭജിക്കുകയാണെന്നുള്ള ന്യൂസാണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമെന്നുള്ള ന്യൂസാണ്. ICICI ബാങ്കായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ കണ്ടിരുന്നു ന്യൂസുകളെല്ലാം തന്നെ. അവരുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അറ്റ് എ ടൈം ലോഗൗട്ട് ചെയ്യാനുള്ളൊരു ഒരു സിസ്റ്റം അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണത്. അതുപോലെ തന്നെ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് $100 ബില്യൺ വർദ്ധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാൾ ഇവരുടെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ദേവ് ഡെവലപ്മെൻറ്റ് കമ്പനി ഇന്ന് IPOയിൽ ലിസ്റ്റ് ചെയ്താണ്. 67% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. അപ്പോൾ ദേവ് ഡെവലപ്മെൻറ്റ് കമ്പനീസ് കിട്ടിയ ആളുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുക. ആൽക്കമി ഫിൻ ട്രേഡ് കമ്പനിയും 6% പ്രീമിയം കിട്ടിയിട്ടുണ്ട്. എയർടെൽ കമ്പനി ഇവരുടെ നമ്മൾ റാലി രേഖപ്പെടുത്തി കണ്ടിരുന്നു. പ്രധാനമായിട്ടും ഇവരുടെ സ്പെക്ട്രം റിന്യൂ ചെയ്തിട്ടുണ്ട് എയർടെൽ കമ്പനി. ITT സിമെൻറ്റേഷൻ കമ്പനി മറൈൻ കോൺട്രാക്ട് ഓർഡർ കിട്ടി 1000 കോടി രൂപയുടെ. JK സിമെൻറ്റ് കമ്പനി പുതിയ ഒരു സിമെൻറ്റ് ഗ്രൈൻഡിങ് പ്ലാന്റ് കമ്പനി ഓപ്പൺ ചെയ്യുകയാണ്. ഇനോക്സ് അവർ 1050 കോടി രൂപ അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. HAL ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു 13 രൂപ. സെൻകോ ഗോൾഡ് ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. പ്രധാനമായിട്ടും ഒരു 10 പുതിയ ഫ്രാഞ്ചൈസി കമ്പനി ഇന്ത്യയിലൊട്ടാകെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഓപ്പൺ ചെയ്യുമെന്നാണ് ന്യൂസ്. നസാറ ടെക് കമ്പനി ഇവർ എൻകോർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഗെയിമിംഗ് കമ്പനി ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഇൻവെസ്റ്റേഴ്സും അതില്ലെങ്കിൽ ട്രേഡേഴ്സും എല്ലാം തന്നെ തേടുന്ന IPO ഡിവിഡൻഡ് അങ്ങനെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. bismate.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അതിൻ്റെ ഡൊമെയിൻ അതിൻ്റെ ട്രേഡ് ബഡി എന്ന ടാബിൻ്റെ ഡയറക്റ്റ് ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ മാർക്കറ്റ് സമയത്ത് നമ്മൾ പരമാവധി ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതൊരു ടെലിഗ്രാം ചാനലാണ്. മറ്റുള്ള കോൾസോ ഒന്നും കൊടുക്കുന്ന ടെലിഗ്രാം ചാനൽ നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഈ ടെലിഗ്രാം ചാനൽ നമ്മളുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ പേര്, നമ്മുടെ കമ്പനിയുടെ പേര്, എൻ്റെ പേര്, അങ്ങനെ പല ആളുകളും പല സ്പാമായിട്ടുള്ള, നമ്മൾ മാത്രമല്ല എല്ലാ ആളുകൾക്കും പേരിൽ സ്പാമായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആളിൻ്റെ കെയർ ഓഫിലുള്ള അല്ലെങ്കിൽ ഒരാൾ നടത്തുന്ന ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? അവരുടെ തന്നെ വീഡിയോയുടെ താഴെയുള്ള, നമ്മളുടെ മാത്രമല്ല എല്ലാ ആൾക്കാരും അങ്ങനെ ജോയിൻ ചെയ്യേണ്ടത്, അവരുടെ തന്നെ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ടാവും. അതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ധൃതി കൂടിയിട്ട് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ പേരിനും നമ്മുടെ ലോഗോക്ക് സാദൃശ്യമുള്ള മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് നമ്മളുടെ സ്വയം തെറ്റാണല്ലോ. നമ്മൾ ക്ലിക്ക് ചെയ്ത് മാത്രം അപ്പോൾ അതിലേക്ക് മാത്രം റീഡയറക്റ്റ് ചെയ്യും. എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും താങ്ക് യു.